ഇത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട അതിമനോഹരമായൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഈ ഒരു ശിവൻ്റെ ഈ ഒരു ശില്പം. വളരെ മനോഹരമാണ്. ആ കാർമേഘങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ എന്താ പറയുക, അത്രയ്ക്ക് വളരെ മനോഹരമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ പ്രധാന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്, വിഷാദിയോഗി. അപ്പം എന്തായാലും ബസ് നല്ല തിരക്കാണ്. 14D എന്ന് പറഞ്ഞ ബസ്സാണ് കേട്ടോ. അപ്പം നല്ല തിരക്കായതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും അവിടെ എത്തുക എന്നുള്ളൊരു ഒറ്റ മൈൻഡാണ്. നിന്നെങ്കിൽ നിന്ന് സീറ്റ് കിട്ടാത്തവരെല്ലാം നിന്നാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, താഴേക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ട നല്ല തെങ്ങിൻ തോപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ആദിയോഗിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടേക്ക് പോകാനായിട്ട് കാളവണ്ടി ഉണ്ട്. അപ്പം കാളവണ്ടി കൂടാതെ തന്നെ വേറൊരു സെറ്റപ്പിലുള്ള വണ്ടി അവിടെ ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് അവിടെ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ശില്പമാണ് എല്ലാ സ്റ്റാറ്റസുകളിലും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇവിടെ ഒരു യോഗ സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുകൊണ്ട് അത് അവിടേക്കാണ്. ഗൈസ്, ഇതാണ് ധ്യാനലിംഗ. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ്റെ പോലുള്ളൊരു ഫീൽ കിട്ടുമെന്നാണ് ഇവിടെ വന്നിട്ട് പോയ ചില ആളുകൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണം. അപ്പം അതിന് മുന്നേ നമ്മൾ ശരിക്കും ബസ് ഇറങ്ങുന്നതുകൊണ്ട് അവിടെയാണ് ബസ് ഇറങ്ങുന്നത്. അതിന് നേരെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ തന്നെയാണ് ശരിക്കും ഈ ഒരു വഴിയിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് വരുമ്പോഴേ കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ അവിടെയുള്ള ചെറിയൊരു ശില്പമുണ്ട്. ആ ശില്പം ഒട്ടുമിക്ക എല്ലാ സ്റ്റാറ്റസുകളിലും വൈറലായിരുന്നതാണ്. അപ്പം ഞാനും അതുപോലെ തന്നെ അച്ഛനും അകത്തേക്ക് കയറി അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പം അവിടേക്ക് പോകണം. അവിടെ ഫോണും ക്യാമറ ഒന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് കയറി ഒന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ എന്തായാലും അവിടെ കയറിയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഇവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് ഡെപ്പോസിറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഞാനും അച്ഛനും ഞങ്ങളുള്ള ബാഗും സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അവിടെ ഫോൺ അലോഡല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ വെക്കാം. ഇവിടെ നല്ല ക്യൂ ഉണ്ട് കേട്ടോ, ഇത്ര സാധനങ്ങൾ വെക്കാനായിട്ട്. ഡെപ്പോസിറ്റ് കൗണ്ടറും ഡെലിവറി കൗണ്ടറും രണ്ടായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെപ്പോസിറ്റ് കൗണ്ടറിൽ കൊണ്ട് സാധനങ്ങളെല്ലാം വെക്കാം. ഗൈസ്, അങ്ങനെ ധ്യാനലിംഗം കയറി കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല പോസിറ്റീവ് വൈബാണ്. അതുപോലെ മെഡിറ്റേഷനൊക്കെ അറിയാവുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങിയിട്ട് ഏകദേശം കാണിച്ച പാസ് നമുക്ക് ആൾക്ക് 10 രൂപ എന്ന നിരക്കിൽ നമ്മൾ തന്നെ ഈ ഒരു കാളവണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അച്ഛനും ഞാനും ഉണ്ട്. പിന്നെ ദയവായിട്ട് ധ്യാനലിംഗയുടെ അകത്ത് പോകുന്ന സമയത്ത് അവിടെ സാമ്പാർ സാദം അടിപൊളിയാണ്. പക്ഷേ സാൻഡ്വിച്ച് ഒന്നും ഓർഡർ ചെയ്ത് കഴിക്കരുത്. അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. 80 രൂപയാണ് ഓർഡർ വരുന്നത്. ഞാൻ ഗതികേടിന് 2 ഓർഡർ ചെയ്തിട്ട് അച്ഛൻ മേടിച്ച സാമ്പാർ സാദം കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. ധ്യാനലിംഗം മെഡിറ്റേഷനൊക്കെ അറിയാവുന്നവർക്ക് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും കുറേ ആളുകൾ വരുന്നുണ്ട്. ഈ വണ്ടി ഫുള്ളാകുമ്പോൾ പോകുന്നതാണ് പ്രതീക്ഷ. നമുക്ക് നേരെ അവിടേക്ക് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ കാളവണ്ടി അവിടേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വണ്ടി പോകുമ്പോൾ അടുത്ത വണ്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ വണ്ടി ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ കേട്ടോ നമ്മൾ എത്തിയിരിക്കുകയാണ് കാത്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക്. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇവിടേക്ക് എത്തണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് സാധ്യമായത്. ശരിക്കും നമ്മൾ ഇവിടുന്ന് കാളവണ്ടി വരുമ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ നിർത്തുന്നത്. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛനുണ്ട് കണ്ട ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. നമുക്കിനി ഫ്രണ്ടിലോട്ട് നടന്നിങ്ങനെ പോകണം. അങ്ങനെ അതെ നോക്കൂ, നമ്മൾ എത്തിയിരിക്കുന്നു. കുറേ നാളുകൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ട ആ വിഷ്വൽ കണ്ട എന്ത് മനോഹരമാണ് നോക്കി. ഹലോ ഗൈസ്, അങ്ങനെ അതേണ്ട ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇത് നേരിട്ട് കാണാൻ ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ അവസാനം ഞാൻ അച്ഛനോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ പോകുന്നുണ്ടെന്ന്. ഉടനെ അച്ഛനോട് പറഞ്ഞു എങ്കിൽ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേണ്ട് അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം ഇവിടെ ഞാൻ എത്തി ഗൈസ്. ഇത് നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ട അതിമനോഹരമായൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് ഈ ഒരു ശിവൻ്റെ ഈ ഒരു ശില്പം. വളരെ മനോഹരമാണ്. ആ കാർമേഘങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ എന്താ പറയുക, അത്രയ്ക്ക് വളരെ മനോഹരമാണ്.
സോ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ അവിടെ പോയതിനു ശേഷം, അതായത് ആ മുരുകൻ ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു ടോപ്പ് വ്യൂ കണ്ടതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഭയങ്കര തിരക്കാണ്, ഒത്തിരി ആളുകൾ വന്നു പോകുന്നുണ്ട്. കണ്ടാ, ഇത്രയും നല്ല മഴക്കാറും അതിനിടയിൽ തന്നെ നല്ല മലകൾക്കിടയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒട്ടുമിക്ക മലയാളികളും വന്ന് കാണുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം. മനുഷ്യരല്ലേ, നമ്മൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും കാണുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഗോപ്രോയ്ക്ക് അത് ചാർജ് കുറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ തിരിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ നൈറ്റ് ലേസർ ഷോ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കണ്ടത്. പക്ഷേ നമുക്കത് കാണാൻ നിൽക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ഗൈസ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് അടിച്ചിടുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.